ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ബ്ലോവർ സ്പീഡ് കൂട്ടിയാൽ മൈലേജ് കുറയും. ഇത് പറയുമ്പോൾ ഇപ്പം തുടങ്ങും, എടാ ബ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ആണ്, ഓൾട്ടർനേറ്റർ ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി നിന്നാണ് വരുന്നത്. റിയർ AC വെൻ്റുള്ള വാഹനം യൂസ് ചെയ്യുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജിനെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കൂളിംഗ് എഫിഷ്യൻസിയെ ബാധിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്കിലെ AC വെൻ്റ് ഉണ്ടെങ്കിൽ, അതായത് റിയർ AC വെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ യാത്ര ചെയ്യാൻ ആൾക്കാരാരുമില്ല, നിങ്ങൾ സിംഗിളായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ബാക്കിലൊരു AC വെൻ്റ് വരുന്നതാണ്, അത് ഓപ്പൺ ആയിരിക്കും. നോർമലി ഞാൻ ഫ്രണ്ടിൽ AC ഇടുന്ന പോലെ തന്നെ ബാക്കിലോട്ടും ആ സെയിം എയർ തന്നെയാണ് പുഷ് ചെയ്ത് പോകുന്നത്. കോമൺ വാഹനത്തിൻ്റെയാണ് പറയുന്നത്. ചില വാഹനങ്ങളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബാക്കിൽ ബ്ലോവർ വരുന്ന വാഹനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് നോർമലായിട്ടൊരു സിംഗിൾ ബ്ലോവർ വരുന്നത്. അതായത് ഈ മോഡലിനൊക്കെ ഒറ്റ ബ്ലോവർ മാത്രം വരുന്നുള്ളൂ. ഫ്രണ്ടിലത്തെ ബ്ലോവറിൻ്റെ പ്രഷർ തന്നെയാണ് ബാക്കിലോട്ടും പോകുന്നത്. ഈ ടൈപ്പ് വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ബ്ലോവർ സ്പീഡ് കൂട്ടിയാൽ മൈലേജ് കുറയും. ഇത് പറയുമ്പോൾ ഇപ്പം തുടങ്ങും, എടാ ബ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ആണ്, ഓൾട്ടർനേറ്റർ ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കമൻറ്റുമായിട്ട് വരും. ഒരു കാര്യം കൂടെ ഒന്ന് കേട്ടിട്ട് പറഞ്ഞോളൂ. സത്യമാണ്, ബാറ്ററി തന്നെയാണ് നമ്മുടെ ബ്ലോവറിനെ കൺട്രോൾ ചെയ്യുന്നത്, ഓൾട്ടർനേറ്റർ ഉണ്ട്, ഇതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഈ ബ്ലോവർ എന്താണ് വലിച്ചെടുക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വാഹനത്തിൻ്റെ ഇവാപ്പറേറ്റർ അസംബ്ലിയിൽ ഉണ്ടാകുന്ന കൂളിങ്ങിനെയാണ് ബ്ലോവർ വലിച്ചെടുക്കുന്നത്. ഈ ബ്ലോവർ കൂളിങ്ങിനെ പെട്ടെന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് തണുപ്പിനെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് AC കംപ്രസർ പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതുക്കെ AC കൂളിംഗ് കോയിലിൽ ഉണ്ടാകുന്ന തണുപ്പിനെ വലിച്ചെടുക്കുകയാണെങ്കിൽ, പതുക്കെ വലിച്ചെടുക്കുന്നു, അതായത് ഫസ്റ്റ് സ്പീഡിലാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ വലിച്ചെടുക്കുമ്പോൾ ഫുള്ള് തണുപ്പ് പെട്ടെന്ന് കുറയത്തില്ല. അങ്ങനെ അവിടെ തണുപ്പ് കുറയാതെ വരുമ്പോഴത്തേക്കും AC കംപ്രസർ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ഏറെ സെക്കൻഡുകൾ ഓഫായ കണ്ടീഷനിൽ നിൽക്കുകയും ചെയ്യും. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഇത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാഹനം ഫസ്റ്റ് സ്പീഡിലായിരിക്കും ഇടുന്നത്. പക്ഷേ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ പോർഷനിൽ ഒട്ടും തന്നെ നമുക്ക് കൂളിംഗ് കിട്ടിയെന്ന് വരില്ല. നമുക്ക് 4 ഗ്ലാസുകൾ വരുന്നുണ്ട്. ഈ ഫ്രണ്ടും ബാക്കും ബാക്കിലത്തെ ബൂട്ടിൽ വരുന്ന അല്ലെങ്കിൽ ഡിക്കി വരുന്ന ഗ്ലാസ്സും എല്ലാം വരുന്നുണ്ട്. ഈ ഗ്ലാസ്സുകളെല്ലാം ഒരുപോലെ തന്നെ ഹീറ്റ് ആകുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഒരു പോർഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ബാക്കിൽ ആളില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിലെ AC വെൻ്റ് ക്ലോസ് ചെയ്തിടുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അങ്ങനെ നമ്മൾ ബാക്കിലത്തെ AC വെൻ്റ് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ACയുടെ ഫ്ലോ അധികം കുറയത്തുമില്ല, പെട്ടെന്ന് കൂളിംഗ് കുറയത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ AC കംപ്രസറിൻ്റെ വർക്കിംഗ് കുറവായിരിക്കും. അങ്ങനെ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക. ഞാൻ കമൻസിൻ്റെ എല്ലാം റിപ്ലൈ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ടെന്നല്ല, എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ ഇരുന്ന് കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കമൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്. വായിച്ചിട്ടാനുള്ള റിപ്ലൈ ആയിട്ട് തന്നെ വീഡിയോസ് ഞാൻ ഷുവർ ആയിട്ടും ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് മറക്കാതെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്കിൽ AC വെൻ്റ് വരുന്ന മോഡലാണെങ്കിൽ ഉറപ്പായിട്ടും ആ AC വെൻ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ എയർ ഫ്ലോ കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ ക്യാബിൻ കൂളാകുന്നതായിരിക്കും.